വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏത് നിയമത്തിന് പകരമായാണ് 2024 ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത്? BNS നിലവിൽ വന്നത് 2024 ജൂലൈ 1 മുതലാണ് BNS നിലവിൽ വന്നത്. അതേത് നിയമത്തിന് പകരമായിട്ടാണ്? ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡ് 1860. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളിലായി എത്ര വകുപ്പുകളാണുള്ളത്? ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളിലായി എത്ര വകുപ്പുകളാണുള്ളത്? 358 വകുപ്പുകളാണുള്ളത്. BNSലെ എത്രാം വകുപ്പിലാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ നൽകിയിരിക്കുന്നത്? BNSലെ എത്രാമത്തെ വകുപ്പിലാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ നൽകിയിരിക്കുന്നത്? സെക്ഷൻ 2. BNSലെ വകുപ്പ് 2.3 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? BNSലെ വകുപ്പ് 2.3 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? 18 വയസ്സ്. BNSലെ വകുപ്പ് 2.4 പ്രകാരം ഒരു വസ്തുവിനോടുള്ള സാദൃശ്യത്താൽ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വസ്തുവിനെ നിർമ്മിക്കുന്ന വ്യക്തിയെ എന്താണ് വിളിക്കുന്നത്? BNSലെ വകുപ്പ് 2.4 പ്രകാരം ഒരു വസ്തുവിനോടുള്ള സാദൃശ്യത്താൽ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വസ്തുവിനെ നിർമ്മിക്കുന്ന വ്യക്തിയെ എന്താണ് വിളിക്കുന്നത്? വ്യാജൻ. കുറ്റം ചെയ്ത ഒരു വ്യക്തിക്കോ കുറ്റം ചെയ്തതായി സംശയിക്കപ്പെടുന്ന വ്യക്തിക്കോ അഭയം, ആഹാരം, വസ്ത്രം, ആയുധങ്ങൾ തുടങ്ങിയ രീതിയിലുള്ള സഹായം നൽകലിനെയും ഒരാളെ നിയമപരമായ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഏതെങ്കിലും തരത്തിൽ സഹായം നൽകലിനെയും സൂചിപ്പിക്കാൻ വകുപ്പ് 2.13 ഉപയോഗിച്ച പദം ഏതാണ്? കുറ്റം ചെയ്ത ഒരു വ്യക്തിക്കോ കുറ്റം ചെയ്തതായി സംശയിക്കപ്പെടുന്ന വ്യക്തിക്കോ അഭയം, ആഹാരം, വസ്ത്രം, ആയുധങ്ങൾ തുടങ്ങിയ രീതിയിലുള്ള സഹായം നൽകലിനെയും ഒരാളെ നിയമപരമായ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഏതെങ്കിലും തരത്തിൽ സഹായം നൽകലിനെയും സൂചിപ്പിക്കാൻ വകുപ്പ് 2.13 ഉപയോഗിച്ച പദം ഏതാണ്? പാർപ്പിക്കൽ. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ശിക്ഷ ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ശിക്ഷ ഏതാണ്? സാമൂഹിക സേവനം. ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റക്കാർക്ക് ലഭ്യമാകുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ എത്രാം വകുപ്പാണ്? ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റക്കാർക്ക് ലഭ്യമാകുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നിയമത്തിലെ എത്രാമത്തെ വകുപ്പിലാണ്? സെക്ഷൻ 4. നിയമ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിക്കുന്ന ഡോളി ഇൻകാപാക്സ് എന്ന തത്വവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന തന്നിരിക്കുന്നതിൽ BNSലെ വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 20 പറയുന്നത് നിയമ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിക്കുന്ന ഡോളി ഇൻകാപാക്സ് എന്ന തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് BNSലെ സെക്ഷൻ 20. ഭാരതീയ ന്യായ സംഹിതയിലെ എത്രാം വകുപ്പിലാണ് ഏകാന്ത തടവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയിൽ എത്രാമത്തെ വകുപ്പിലാണ് ഏകാന്ത തടവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 11. കഠിന തടവ് ശിക്ഷ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളതുമായ ഒരു കുറ്റത്തിൽ ഒരാളുടെ തടവ് ശിക്ഷയുടെ കാലാവധി 6 മാസത്തിൽ കൂടിയതും എന്നാൽ 1 വർഷത്തിൽ കവിയാത്തതും ആണെങ്കിൽ അയാൾക്ക് എത്ര മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവ് വിധിക്കാവുന്നതാണ്? കഠിന തടവ് ശിക്ഷ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളതായ ഒരു കുറ്റത്തിൽ ഒരാളുടെ തടവ് ശിക്ഷയുടെ കാലാവധി 6 മാസത്തിൽ കൂടിയതും എന്നാൽ 1 വർഷത്തിൽ കവിയാത്തതും ആണെങ്കിൽ അയാൾക്ക് എത്ര മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവ് വിധിക്കാവുന്നതാണ്? 2 മാസത്തിൽ. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 20 പ്രകാരം എത്ര വയസ്സിനു താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും തന്നെ ഒരു കുറ്റമായി പരിഗണിക്കുന്നില്ല? 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റമായി പരിഗണിക്കുന്നില്ല. ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ
പെടുന്നില്ലെന്ന് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 22. ടു എ വില്ലിംഗ് പേഴ്സൺ ഇറ്റ് ഈസ് നോട്ട് എ റോങ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജുറിയ എന്ന നിയമതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 25. ഒരാൾ നൽകുന്ന സമ്മതം ഭയം കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ആണെങ്കിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ വകുപ്പിലാണ്? വകുപ്പ് 28. വകുപ്പ് 29 പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ ഏതൊക്കെ വകുപ്പുകളുടെ പരിരക്ഷയാണ് സ്വതന്ത്രമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ലഭിക്കാത്തത്? വകുപ്പ് 29 പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ ഏതൊക്കെ വകുപ്പുകളുടെ പരിരക്ഷയാണ് സ്വതന്ത്രമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ലഭിക്കാത്തത്? വകുപ്പ് 25, 26, 27. ഒരാൾ തൻ്റെ മരണം സംഭവിക്കുമെന്ന് ഭീഷണിയായാൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ നിർബന്ധിതനായി തീരുകയാണെങ്കിൽ ആ പ്രവൃത്തി മൂലമുണ്ടാകുന്ന കുറ്റത്തിന് അയാൾ അപരാധിയാകുന്നതല്ല എന്ന് BNSലെ ഏത് വകുപ്പിലാണ് പറയുന്നത്? ഒരാൾ തൻ്റെ മരണം സംഭവിക്കുമെന്ന് ഭീഷണിയാൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ നിർബന്ധിതനായി തീരുകയാണെങ്കിൽ ആ പ്രവൃത്തി മൂലമുണ്ടാകുന്ന കുറ്റത്തിന് അയാൾ അപരാധിയാകുന്നതില്ല എന്ന് പറയുന്നത് ഏത് വകുപ്പാണ്? സെക്ഷൻ 32. നിയമപുസ്തകങ്ങളിലെ ഡി മിനിമസ് നോൺ ക്യുറാറ്റ് ലെക്സ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 33. നിയമപുസ്തകങ്ങളിലെ ഡി മിനിമസ് നോൺ ക്യുറാറ്റ് ലെക്സ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 33. നിസ്സാര പരിക്കുകൾ വരുന്ന കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യമാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? നിസ്സാര പരിക്കുകൾ വരുന്ന കൃത്യങ്ങൾ കുറ്റകൃത്യമാകില്ല എന്ന് വ്യക്തമാക്കുന്ന BNSലെ വകുപ്പ് 33. BNSലെ പൊതു ഒഴിവാക്കലുകളെക്കുറിച്ച് പരാമർശിക്കുന്ന 3-ാം അധ്യായത്തിലെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വകാര്യ പ്രതിരോധ അവകാശം. BNSലെ പൊതു ഒഴിവാക്കലുകളെക്കുറിച്ച് പരാമർശിക്കുന്ന 3-ാം അധ്യായത്തിലെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വകാര്യ പ്രതിരോധ അവകാശം. ഭാരതീയ ന്യായ സംഹിതയിലെ എത്രാം വകുപ്പാണ് സ്വയരക്ഷാവകാശത്തിനായി ചെയ്യപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും കുറ്റമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 34. ഭാരതീയ ന്യായ സംഹിതയിലെ എത്രാം വകുപ്പാണ് സ്വയരക്ഷാവകാശത്തിനായി ചെയ്യപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും കുറ്റമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 34. ഒരു പൊതുജന സേവകൻ തൻ്റെ ഔദ്യോഗിക പദവിയുടെ പേരിൽ മരണമോ കഠിനമായ ദേഹോപദ്രവമോ ഉണ്ടാകുമെന്ന ആശങ്ക സൃഷ്ടിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ സ്വയരക്ഷാവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഒരു പൊതുജന സേവകൻ തൻ്റെ ഔദ്യോഗിക പദവിയുടെ പേരിൽ മരണമോ കഠിനമായ ദേഹോപദ്രവമോ ഉണ്ടാകും എന്ന ആശങ്ക സൃഷ്ടിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ സ്വയരക്ഷാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. മരണമൊഴികെയുള്ള മറ്റ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ സ്വയം രക്ഷാവകാശം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 39. മരണം ഒഴികെയുള്ള മറ്റുപദ്രവങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ സ്വയരക്ഷാവകാശം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 39. ഏതു സമയപരിധിയിൽ നടക്കുന്ന ഭവനഭേദനമാണ് BNSലെ സെക്ഷൻ 41ൻ്റെ പരിധിയിൽ വരുന്നത്? ഏത് സമയപരിധിയിൽ നടക്കുന്ന ഭവനഭേദനമാണ് BNSലെ സെക്ഷൻ 41ൻ്റെ പരിധിയിൽ വരുന്നത്? സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 43 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വത്തിനുള്ള സ്വയരക്ഷാവകാശം ആരംഭിക്കുന്നതും തുടരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 43 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വത്തിനുള്ള സ്വയം രക്ഷാവകാശം ആരംഭിക്കുന്നതും തുടരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച്. BNSലെ 5-ാം അധ്യായത്തിൽ 63 മുതൽ 99 വരെയുള്ള വകുപ്പുകൾ ആർക്കെതിരായ കുറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും.
BNSലെ 5-ാം അധ്യായത്തിൽ 63 മുതൽ 99 വരെയുള്ള വകുപ്പുകൾ ആർക്കെതിരായ കുറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും. ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് BNSലെ ഏത് വകുപ്പിലാണ്? ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് BNSലെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 63. സെക്ഷൻ 65(1) പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാൾക്കും എത്ര വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവാണ് ശിക്ഷയായി ലഭിക്കാവുന്നത്? 20 വർഷം. സെക്ഷൻ 65(1) പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാൾക്കും എത്ര വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവാണ് ശിക്ഷയായി ലഭിക്കുന്നത്? 20 വർഷം. ഇരയായ സ്ത്രീ ബലാത്സംഗത്തിനിടെ മരണത്തിന് കീഴടങ്ങുകയോ സ്ഥിരമായി ചലനശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയാലുള്ള ശിക്ഷ എന്താണ്? ഏത് വകുപ്പിലാണ് പറയുന്നതെന്നാണ് പറയുന്നത്? സെക്ഷൻ 66. സെക്ഷൻ 68 പ്രകാരം അധികാരസ്ഥാനത്തുള്ള ഒരു വ്യക്തി തൻ്റെ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചാൽ 5 വർഷത്തിൽ കുറയാത്തതും എത്ര വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവാണ് ശിക്ഷയായി ലഭിക്കാവുന്നത്? 10 വർഷം. സെക്ഷൻ 68 പ്രകാരം അധികാരസ്ഥാനത്തുള്ള ഒരു വ്യക്തി തൻ്റെ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചാൽ 5 വർഷത്തിൽ കുറയാത്തതും എത്ര വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവാണ് ശിക്ഷയായി ലഭിക്കാവുന്നത്? 10 വർഷം. BNSലെ 70-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? കൂട്ടബലാത്സംഗം. 70-ാം വകുപ്പ് കൂട്ടബലാത്സംഗം. ലൈംഗിക പീഡനത്തെയും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 75. ലൈംഗിക പീഡനത്തെയും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 75. ഏത് കുറ്റകൃത്യത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുമാണ് BNSലെ സെക്ഷൻ 77-ൽ പ്രതിപാദിക്കുന്നത്? ഒളിഞ്ഞുനോട്ടം. ഏത് കുറ്റകൃത്യത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുമാണ് BNSലെ സെക്ഷൻ 77-ൽ പ്രതിപാദിക്കുന്നത്? ഒളിഞ്ഞുനോട്ടം. BNSലെ വകുപ്പ് 78 പ്രകാരം ഒരു സ്ത്രീയെ പിന്തുടരൽ അല്ലെങ്കിൽ പൂവാലശല്യം എന്ന കുറ്റം ആദ്യ തവണ ചെയ്തവർക്ക് എത്ര വർഷം വരെ ആകാവുന്ന തടവാണ് ശിക്ഷയായി ലഭിക്കാവുന്നത്? 3 വർഷം. BNSലെ വകുപ്പ് 78 പ്രകാരം ഒരു സ്ത്രീയെ പിന്തുടരൽ അല്ലെങ്കിൽ പൂവാലശല്യം എന്ന കുറ്റം ആദ്യ തവണ ചെയ്യുന്നവർക്ക് എത്ര വർഷം വരെയാണ് തടവ് ലഭിക്കുന്നത്? 3 വർഷം. സ്ത്രീധന മരണത്തെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ ഏതാണ്? സ്ത്രീധന മരണത്തെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 80. BNSലെ 85-ാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന ഏത് വാക്കിൻ്റെ നിർവചനമാണ് 86-ാം വകുപ്പിൽ നൽകിയിരിക്കുന്നത്? BNSലെ 88-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗർഭം അലസിപ്പിക്കൽ. BNSലെ 88-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗർഭം അലസിപ്പിക്കൽ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെ പിതാവോ രക്ഷാകർത്താവോ ഉപേക്ഷിക്കുകയോ അപകടത്തിലാകുകയോ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 93-ൽ പ്രതിപാദിക്കുന്നത്? 12 വയസ്സ്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെ പിതാവോ രക്ഷാകർത്താവോ ഉപേക്ഷിക്കുകയോ അപകടത്തിലാകുകയോ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 93-ൽ പ്രതിപാദിക്കുന്നത്? 12 വയസ്സ്. ലൈംഗിക ചൂഷണത്തിനും അശ്ലീല സാഹിത്യത്തിനും വേണ്ടി ഒരു കുട്ടിയെ നിയമിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് BNSലെ ഏത് വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്? സെക്ഷൻ 95. ലൈംഗിക ചൂഷണത്തിനും അശ്ലീല സാഹിത്യത്തിനും വേണ്ടി ഒരു കുട്ടിയെ നിയമിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് BNSലെ ഏത് വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്? സെക്ഷൻ 95. ഭാരതീയ ന്യായ സംഹിതയിലെ 100-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയിലെ 100-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? കുറ്റകരമായ നരഹത്യ. നിയമവ്യവസ്ഥയിൽ പ്രതിപാദിക്കുന്ന ഡോക്ട്രൈൻ ഓഫ് ട്രാൻസ്ഫേർഡ് മാലേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 102. നിയമവ്യവസ്ഥയിൽ പ്രതിപാദിക്കുന്ന ഡോക്ട്രൈൻ ഓഫ് ട്രാൻസ്ഫേർഡ് മാലേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 102.
ഭാരതീയ ന്യായ സംഹിതയിലെ 101 വകുപ്പാണ് കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 103. ഭാരതീയ ന്യായ സംഹിതയിലെ 101 വകുപ്പാണ് കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 103. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി BNSൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് വകുപ്പ് 103(2) പ്രതിപാദിക്കുന്നത്? ആൾക്കൂട്ട കൊലപാതകം. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി BNSൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് വകുപ്പ് 103(2) പ്രതിപാദിക്കുന്നത്? ആൾക്കൂട്ട കൊലപാതകം. രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച്, ഒറ്റയ്ക്ക് പ്രവർത്തിച്ച്, സംഘമായോ ഏതെങ്കിലും തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെ കുറിക്കുവാൻ സെക്ഷൻ 111 ഉപയോഗിച്ച വാക്ക് ഏതാണ്? സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ്. രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച്, ഒറ്റയ്ക്ക് പ്രവർത്തിച്ച്, സംഘമായോ ഏതെങ്കിലും തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെ കുറിക്കുവാനാണ് സെക്ഷൻ 111 ഉപയോഗിച്ച വാക്ക് എന്താണ്? സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ്. ഭീകരവാദ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 113. ഭീകരവാദ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 113. ഭാരതീയ ന്യായ സംഹിതയിലെ 114 വകുപ്പ് ഏത് പദത്തെയാണ് നിർവചിച്ചിരിക്കുന്നത്? ദേഹോപദ്രവം. ഭാരതീയ ന്യായ സംഹിതയിലെ 114 വകുപ്പ് ഏത് പദത്തെയാണ് നിർവചിച്ചിരിക്കുന്നത്? ദേഹോപദ്രവം. BNSലെ വകുപ്പ് 116 പ്രകാരം എത്ര ദിവസം വരെ കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ദേഹോപദ്രവത്തെയാണ് കഠിന ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എത്ര ദിവസത്തെ ദേഹോപദ്രവത്തെയാണ് കഠിന ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 15 ദിവസം. ഒരു പൊതുസേവകനെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ സെക്ഷൻ 121 പ്രകാരം എത്ര വർഷം വരെ തടവ് ലഭിക്കാം? 10 വർഷം. ഒരു പൊതുസേവകനെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ സെക്ഷൻ 121 പ്രകാരം എത്ര വർഷം വരെ തടവ് ലഭിക്കാം? 10 വർഷം. ഒരാൾക്ക് പോകാൻ അവകാശമുള്ള ദിശയിലേക്ക് പോകുന്നതിൽ നിന്ന് അയാളെ മറ്റൊരാൾ തന്നിഷ്ടത്തോടെ തടയുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 126. ഒരാൾക്ക് പോകാൻ അവകാശമുള്ള ദിശയിലേക്ക് പോകുന്നതിൽ നിന്ന് അയാളെ മറ്റൊരാൾ തന്നിഷ്ടത്തോടെ തടയുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 126. BNSലെ 137 വകുപ്പ് ആൾമോഷണത്തെ നിർവചിക്കുന്നു. ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്ന 2 തരത്തിലുള്ള ആൾമോഷണങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണം. BNSലെ 137 വകുപ്പ് ആൾമോഷണത്തെക്കുറിച്ചാണ് നിർവചിക്കുന്നത്. ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്ന 2 തരത്തിലുള്ള ആൾമോഷണങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണം. BNSലെ 138 വകുപ്പ് ഏത് കുറ്റകൃത്യത്തെക്കുറിച്ചാണ് പറയുന്നത്? തട്ടിക്കൊണ്ടുപോകൽ അബ്ഡക്ഷനെ കുറിച്ചാണ് BNSലെ 138 വകുപ്പ് പറയുന്നത്. മനുഷ്യക്കടത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 143 മനുഷ്യക്കടത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. BNSലെ 146 വകുപ്പ് എന്തിനെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്? മനുഷ്യക്കടത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 143. BNSലെ 146 വകുപ്പ് എന്തിനെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്? നിയമവിരുദ്ധമായ നിർബന്ധിത തൊഴിലിനെ കുറിച്ചാണ് BNSലെ 146 വകുപ്പ് പറയുന്നത്. ഇനി പൊതുസമാധാനത്തിനെതിരായ കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാം അധ്യായത്തിലാണ്? പൊതുസമാധാനത്തിന് എതിരായ കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 11-ാം അധ്യായത്തിലാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 303 വകുപ്പ് ഏത് കുറ്റകൃത്യത്തെയാണ് നിർവചിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയിലെ 303 വകുപ്പ് ഏത് കുറ്റകൃത്യത്തെയാണ് നിർവചിക്കുന്നത്? മോഷണത്തെയാണ്. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അവിടെ പറയാൻ വിട്ടുപോയി. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 144 സമാനമായ BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 189
സെക്ഷൻ 144 സമാനമായ BNSലെ വകുപ്പ്. നിയമവിരുദ്ധമായ സംഘം ചേരലിനെ നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 189 നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. BNSലെ സെക്ഷൻ 194 പ്രകാരം അടിപിടി നടത്തുന്ന ഏതൊരാൾക്കും എത്ര രൂപ വരെ പിഴയായി ശിക്ഷ ലഭിക്കും? 1000 രൂപ. BNSലെ സെക്ഷൻ 194 പ്രകാരം അടിപിടി നടത്തുന്ന ഏതൊരാൾക്കും എത്ര രൂപ വരെ പിഴയായിട്ട് ലഭിക്കും? 1000 രൂപ. BNSലെ എത്രാം വകുപ്പാണ് ഇരയെ ചികിത്സിക്കാതിരിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 200. BNSലെ എത്രാം വകുപ്പാണ് ഇരയെ ചികിത്സിക്കാതിരിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 200. ഒരു പൊതുസേവകനായിരിക്കെ ഒരാൾ ആ നിലയിൽ കച്ചവടത്തിൽ ഏർപ്പെടാൻ നിയമപരമായ വിലക്കുള്ളപ്പോഴും കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് എത്ര വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്? ഒരു പൊതുസേവകനായിരിക്കെ ഒരാൾ ആ നിലയിൽ കച്ചവടത്തിൽ ഏർപ്പെടാൻ നിയമപരമായ വിലക്കുള്ളപ്പോഴും കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് എത്ര വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്? 1 വർഷം. BNSലെ 204 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൊതുസേവകനായി ആൾമാറാട്ടം നടത്തൽ. BNSലെ 204 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൊതുസേവകനായി ആൾമാറാട്ടം നടത്തൽ. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി BNSൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് കുറ്റത്തെക്കുറിച്ചാണ് 304 വകുപ്പിൽ പരാമർശിക്കുന്നത്? തട്ടിപ്പറിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും വിഭിന്നമായി BNSൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് കുറ്റത്തെക്കുറിച്ചാണ് 304 വകുപ്പിൽ പരാമർശിക്കുന്നത്? തട്ടിപ്പറിക്കൽ. കവർച്ചയെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? കവർച്ചയെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് സെക്ഷൻ 109. നിയമത്തിലെ സെക്ഷൻ 310 പ്രകാരം 5 അതിലധികമോ ആളുകൾ കൂടി സംഘകവർച്ച നടത്തുമ്പോൾ അവരിൽ ഏതെങ്കിലും ഒരാൾ കൊലപാതകം നടത്തിയാൽ ഓരോരുത്തർക്കും ഈ വകുപ്പ് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. നിയമത്തിലെ സെക്ഷൻ 310 പ്രകാരം 5 അതിലധികമോ ആളുകൾ കൂടി സംഘകവർച്ച നടത്തുമ്പോൾ അവരിൽ ഏതെങ്കിലും ഒരാൾ കൊലപാതകം നടത്തിയാൽ ഓരോരുത്തർക്കും ഈ വകുപ്പ് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷയാണ് വധശിക്ഷ. BNSലെ 316 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? BNSലെ 316 വകുപ്പ് കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിയമത്തിലെ വകുപ്പ് 325 പ്രകാരം ഏതെങ്കിലും മൃഗത്തെ കൊല്ലുകയോ വിഷം കൊടുക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്? 5 വർഷം. നിയമത്തിലെ വകുപ്പ് 325 പ്രകാരം ഏതെങ്കിലും മൃഗത്തെ കൊല്ലുകയോ വിഷം കൊടുക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്? 5 വർഷം. നിയമത്തിലെ സെക്ഷൻ 329 പ്രകാരം ഭവന കയ്യേറ്റം നടത്തുന്ന ഏതൊരാൾക്കും 1 വർഷം വരെ ആകാവുന്ന തടവും എത്ര രൂപ വരെ ആകാവുന്ന പിഴയും രണ്ടും കൂടിയുമുള്ള ശിക്ഷയാണ് ലഭിക്കാവുന്നത്? നിയമത്തിലെ സെക്ഷൻ 329 പ്രകാരം ഭവന കയ്യേറ്റം നടത്തുന്ന ഏതൊരാൾക്കും 1 വർഷം വരെ ആകാവുന്ന തടവും എത്ര രൂപ വരെ ആകാവുന്ന പിഴയും രണ്ടും കൂടിയുമുള്ള ശിക്ഷയാണ് ലഭിക്കാവുന്നത്? 5000 രൂപ. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏത് നിയമത്തിന് പകരമായി 2024 ജൂലൈ 1 നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ BNS അല്ലേ? BNSS എന്ന് പറയുന്നത് ഈ ഏത് നിയമപ്രകാരമാണ് വന്നത്? ഏത് നിയമത്തിന് പകരമായിട്ടാണ്? CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏത് നിയമത്തിന് പകരമായി 2024 ജൂലൈ 1 നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. BNSSൽ 39 അധ്യായങ്ങളിലായി എത്ര വകുപ്പുകളാണുള്ളത്? 533 വകുപ്പുകളും 39 അധ്യായങ്ങളും. BNSSലെ സെക്ഷൻ 2H ഏത് പദ്ധതിയാണ് നിർവഹിച്ചിരിക്കുന്നത്? പരാതി. BNSSലെ സെക്ഷൻ 2Z പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തം തടവോ 2 വർഷത്തിലധികം തടവോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാറണ്ട് കേസ്. BNSSലെ സെക്ഷൻ 2Z പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തം തടവോ 2 വർഷത്തിലധികം തടവോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വാറണ്ട് കേസ്.
ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ള പ്രാദേശിക അതിർത്തിക്കുള്ളിൽ ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് വിനിയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ ഉപയോഗിക്കാമെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 30. ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർ നിയമിക്കപ്പെട്ടിട്ടുള്ള പ്രാദേശിക അതിർത്തിക്കുള്ളിൽ ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് വിനിയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ ഉപയോഗിക്കാമെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 30. പോലീസ് ഒരു വ്യക്തിയെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? ഒരു വ്യക്തിയെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ വിശദമാക്കുന്ന സെക്ഷൻ അതാണ് സെക്ഷൻ 35. BNSSലെ സെക്ഷൻ 37 പ്രകാരം ഓരോ പോലീസ് സ്റ്റേഷനിലും അറസ്റ്റിലായ ആളുകളുടെ പേരും വിലാസവും കുറ്റം ചുമത്തിയ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഏതു റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തേണ്ടത്? അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. BNSSലെ സെക്ഷൻ 37 പ്രകാരം ഓരോ പോലീസ് സ്റ്റേഷനിലും അറസ്റ്റിലായ ആളുകളുടെ പേരും വിലാസവും കുറ്റം ചുമത്തിയ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഏത് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തേണ്ടത്? അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. മജിസ്ട്രേറ്റിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്ന് അനുശാസിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 41. മജിസ്ട്രേറ്റിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്ന് അനുശാസിക്കുന്ന BNSSലെ വകുപ്പ് സെക്ഷൻ 41. BNSSലെ സെക്ഷൻ 54 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അറസ്റ്റ് ചെയ്ത വ്യക്തിയെ തിരിച്ചറിയലാണ് BNSSലെ സെക്ഷൻ 54 പറയുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥൻ ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥൻ ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 56. BNSSലെ വകുപ്പ് 58 പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡി വയ്ക്കാൻ പാടില്ല? 24 മണിക്കൂർ. BNSSലെ വകുപ്പ് 58 പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല? 24 മണിക്കൂർ. സമൻ ചെയ്യപ്പെട്ട വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ കുടുംബത്തിലെ മുതിർന്ന പുരുഷ അംഗത്തിന് സമൻസ് കൈമാറാമെന്ന് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 66. BNSSലെ വകുപ്പ് 79 പ്രകാരം അറസ്റ്റ് വാറന്റ് ഇവിടെ വെച്ച് നടപ്പാക്കാം. ഇന്ത്യയിൽ എവിടെ വെച്ചും 79 പ്രകാരം അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാം. മോഷ്ടിച്ച വസ്തുക്കളോ വ്യാജരേഖകളോ മറ്റോ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പരിശോധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് BNSSലെ എത്രാം വകുപ്പിലാണ്? സെക്ഷൻ 97 മോഷ്ടിച്ച വസ്തുക്കളോ വ്യാജരേഖകളോ മറ്റോ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പരിശോധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. BNSSലെ 102 മുതൽ 104 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പരിശോധനകളുമായി ബന്ധപ്പെട്ട പൊതുവായ വ്യവസ്ഥകളെക്കുറിച്ചാണ് 102 മുതൽ 104 വരെ പറയുന്നത്. ഒരു സംഘം ചേരലിനെ പൊതുസുരക്ഷയ്ക്കായി പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്ന് വന്നാൽ ജില്ലാ മജിസ്ട്രേറ്റിനോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ആവശ്യമെങ്കിൽ സായുധ സേനയെ ഉപയോഗിക്കാമെന്ന് പരാമർശിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 149 ഒരു സംഘം ചേരലിനെ പൊതുസുരക്ഷയ്ക്കായി പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്ന് വന്നാൽ ജില്ലാ മജിസ്ട്രേറ്റിനോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ആവശ്യമെങ്കിൽ സായുധ സേനയെ ഉപയോഗിക്കാമെന്ന് പരാമർശിക്കുന്നത് സെക്ഷൻ 149. BNSSലെ എത്രാം വകുപ്പിലാണ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 176 BNSSലെ എത്രാമത്തെ വകുപ്പിലാണ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 176. BNSSലെ വകുപ്പ് 184 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബലാത്സംഗ ഇരയുടെ വൈദ്യപരിശോധനയെക്കുറിച്ചാണ് BNSSലെ 184 വകുപ്പ് പറയുന്നത്. ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പരാമർശിക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 194 ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പരാമർശിക്കുന്ന BNSSലെ വകുപ്പ്. ഏത് നിയമത്തിന് പകരമാണ് 2024 ജൂലൈ 1 ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 നിലവിൽ വന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പ്രകാരമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ജൂലൈ 1 നിലവിൽ വന്നത്. BSA 2023 12 അധ്യായങ്ങളിലായി എത്ര വകുപ്പുകളാണുള്ളത്? 170 വകുപ്പും 12 അധ്യായങ്ങളാണ് BSAയിലുള്ളത്.
ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? 4 ഭാഗങ്ങളാണുള്ളത്. ഭാരതീയ സാക്ഷ്യം അധിനിയമത്തിലെ വകുപ്പ് 2E യിൽ ഏത് പദത്തിൻ്റെ നിർവചനമാണ് നൽകിയിരിക്കുന്നത്? തെളിവിനെക്കുറിച്ചുള്ള നിർവചനമാണ് നൽകിയിരിക്കുന്നത് 2E. പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോൾ അപ്രസക്തമാകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 പറയുന്നത് പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോൾ അപ്രസക്തമാക്കുമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. അപ്പോൾ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.